ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ അതിലേക്കൊരു 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയോടെ തന്നെ നമുക്കൊരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് സ്വല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇതേപോലെ ഒരു ചെറിയൊരു കളർ മാറി വന്നാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഞാനിപ്പോൾ 1/2 കിലോ അളവിലാണ് ചിക്കൻ എടുത്തേക്കുന്നത്. ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 5-6 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ചിക്കൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ച് തന്നെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ചിക്കൻ്റെ നിറമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും ഈ കിഴങ്ങും ക്യാരറ്റെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് 2ാം പാലിൽ ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഈ കിഴങ്ങ് 5-6 ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാനായിട്ടാണ് നമ്മളതൊന്ന് ഉടച്ചു കൊടുക്കുന്നത്. എല്ലാം ഒന്നും ഉടയ്ക്കേണ്ട, 2-3 എണ്ണമൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നമുക്ക് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയല്ല, കുരുമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എരിവെല്ലാം കുരുമുളക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക്
തേങ്ങാപ്പാൽ ഒന്നാം പാൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിനേക്ക് ഒരു താളിപ്പും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ താളിപ്പിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് നമ്മൾ താളിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ സ്റ്റൂവിന്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി പൊടിയായിട്ടരിഞ്ഞത്, ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് ഒരു 10-20 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് നമ്മൾ സ്റ്റൂവിലോട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ്. അപ്പം നമ്മൾ താളിപ്പൊക്കെ റെഡിയായി. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്നവരെല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം ലൈക്ക് നമുക്ക് വളരെ കുറവാണ്, എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.